ബൈ ബൈ തേനു. ബൈ ബൈ മമ്മ പറ. ബൈ ബൈ മമ്മ. മമ്മ. മമ്മേനെ മിസ് ചെയ്യോ തേനു? മിസ് ചെയ്യോ മമ്മേനെ? നല്ല കുട്ടിയായിട്ട് ഇരിക്കണോ കേട്ടോ തേനു, കേട്ടോ? ബൈ ബൈ. തേനു ബൈ ബൈ. ബൈ ബൈ. ഗുഡ് ഗേൾ ആയിട്ട് ഇരിക്കണം കേട്ടോ. ആ മാമിനെ അച്ചാച്ചനെ ഒന്നും ബുദ്ധിമുട്ടിക്കരുതട്ടോ. ഓ ബസ് കയറ്റാൻ പോവാ, മതി പറഞ്ഞതെന്ന്. ഓക്കെ ബൈ 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 ബൈ. സോ അങ്ങനെ തേനും ഡോണും കൂടെ ഇന്ന് മൂവാറ്റുപുഴയിൽ പോയി. സോ ഞാൻ പോയിട്ടില്ല, എനിക്ക് കുറേ പരിപാടികളുള്ളതുകൊണ്ട് ഐ സ്റ്റേറ്റ് ബാക്ക്. അത് കഴിഞ്ഞ് എനിക്ക് രാത്രി ഒരു 12 മണിയായപ്പോൾ ഭയങ്കര ക്രേവിങ്സ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഓർഡർ ചെയ്തു. പോർഷൻ ഓഫ് ജലേബിയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ബിക്കോസ് ഒത്തിരി ജിലേബി ഉണ്ടായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വിചാരിക്കണം. ഇപ്പോൾ കുറച്ച് നെയ്ബേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് ഇന്ന് ഒരു ഭയങ്കര ഷുഗർ ക്രേവിങ് വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിഷയം എന്നാൽ കുറച്ച് ഞാൻ ഭക്ഷണം ഓൾറെഡി കഴിച്ചാൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കഴിക്കുന്നത്. ഇപ്പോൾ ലേറ്റ് നൈറ്റ് ക്രേവിങ് ആണ്. ഇങ്ങനെയൊക്കെ നമുക്ക് വല്ലപ്പോഴല്ലേ പറ്റുള്ളൂ. കുട്ടിയുള്ളപ്പോൾ തേനുള്ളപ്പോൾ ലൈക്ക് ദെയർസ് ലോട്ട് ഓഫ് കെയോസ്. അവളുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഡോണും തേനും പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലേറ്റ് നൈറ്റ് ആയപ്പോൾ കുറച്ച് ക്രേവിങ് വന്നത്. ഇപ്പോൾ 12 മണിയായി ഗൈസ്, 12:30 അപ്പോൾ ഇപ്പം ഞാൻ ഓർഡർ ചെയ്ത് ഇപ്പോൾ സാധനം കിട്ടിയുള്ളൂ. ഇപ്പോൾ ഞാൻ താഴെ പോയി കളക്ട് ചെയ്തിട്ട് വന്നാൽ ഇപ്പോൾ കഴിക്കുക. കുറേ നാൾക്ക് ശേഷം ഒരു ലേറ്റ് നൈറ്റ് ക്രേവിങ്. എനിക്ക് ഷുഗർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നന്നായി ഷുഗർ കഴിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ലാസ്റ്റ് 2 വീക്സിൽ ഷുഗർ കട്ടിൽ പോയായിരുന്നു. അപ്പോൾ ഈ വീക്കെൻഡ് ഞാൻ ഒന്നുകൂടെ ഷുഗർ കഴിക്കുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും ഷുഗർ കട്ടിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ കഴിക്കുന്ന അത്രയൊന്നും ഞാൻ തടി വെക്കാറില്ല കേട്ടോ. അതെൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ ഷുഗർ തടി പെട്ടെന്ന് ഡ്രോപ്പ് ആവും. ബിക്കോസ് ഞാൻ ഷുഗർ കട്ട് ചെയ്താൽ ഞാൻ പെട്ടെന്ന് തടി കുറയും. പക്ഷേ ഷുഗർ കഴിച്ചാലും അങ്ങനെ വലിയ ഡ്രാസ്റ്റിക്കായിട്ട് പെട്ടെന്ന് തടി അങ്ങനെ വയ്ക്കില്ല. അങ്ങനത്തെ ഐ എം ബ്ലെസ്ഡ് വിത്ത് ദാറ്റ് ജീൻസ്. അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് ആഘോഷമായിട്ട് കഴിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഷുഗർ ഇസ് നോട്ട് ഗുഡ് ഫോർ യുവർ ബോഡി. ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യണം. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഞാൻ വീണ്ടും ഷുഗർ കട്ടിലേക്ക് പോകും. സോ യൂഷ്വലി ഞാൻ ഒത്തിരി ഷുഗർ കഴിക്കുന്നുണ്ട്. പിന്നെ ഇഫ് ഐ ഫീൽ മൈസെൽഫ് ലിറ്റിൽ ചബ്ബി ആൻഡ് ഓൾ, അപ്പം ഞാൻ ഷുഗർ കട്ട് ചെയ്യും ഒരു 2 വീക്സിലേക്ക് കേട്ടോ. മീനിങ് കംപ്ലീറ്റ് കട്ടായിരിക്കും. ചായ ഒന്നിലും ഷുഗർ ഇടില്ല, സ്വീറ്റ്സ് കഴിക്കില്ല, എവറിത്തിങ് ഐ ട്രൈ ടു അവോയ്ഡ്. പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഷുഗർ കഴിക്കും. അങ്ങനെയാണ് ഞാൻ ബാലൻസിൽ പോകുന്നത്. അപ്പോൾ യെസ് ഗൈസ്, അപ്പോൾ ഇന്ന് ടുഡേ വാസ് മൈ ചീറ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഹാപ്പി. സോ അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങും സമാധാനമായിട്ട്. രാത്രി ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ഇത് ഉറക്കാം. ഇത് രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കുക. രാവിലെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. സോ ഞാൻ ലാസ്റ്റ് ടൈം ഒരു കൊറിയൻ ഡ്രാമ കണ്ടിട്ട് ഐ സ്റ്റാർട്ടഡ് ലൈക്ക് ബിഞ്ച് വാച്ചിങ് ഇറ്റ്. സോ ഐ ഡിസൈഡഡ് നോട്ട് ടു വാച്ച് എനി സീരീസ് കാണണ്ട. അപ്പോൾ എന്തെങ്കിലും സിനിമ ആണെന്ന് വെച്ചാൽ ഷാഹിദിൻ്റെ ഈ പൊട്ടപ്പഴം എടുത്തു. പക്ഷെ അത് നന്നായി, പെട്ടെന്ന് ഉറക്കം വന്ന് ഞാൻ പോയി കിടന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഞാൻ ഇന്നലെ പറഞ്ഞത് നേരത്തെ എഴുന്നേൽക്കണം, കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടെന്നൊക്കെയാണ്. പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോൾ ഉച്ചയായി. ഉച്ച എന്ന് പറയില്ല, ഒരു 9 മണിയൊക്കെ ആയി. പക്ഷേ കുറച്ച് നാൾ നന്നായിട്ടൊരു സ്ലീപ്പ് കിട്ടി. അപ്പോൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ I started my day. So I started my day with making my bed first. And after that, മോർണിംഗ് റിച്വൽസിലേക്കൊക്കെ പോയി. മോർണിംഗ് റിച്വൽസ് മീനിങ് ലൈക്ക് പല്ല് തേക്കൽ, മുഖം കഴുകൽ ആൻഡ് ബേസിക്കലി ഫ്രഷനപ്പായി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ് ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയ ചായ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ചായ ഇസ് എ മസ്റ്റ് ഫോർ മീ. അപ്പോൾ ഞാൻ എൻ്റെ ദിവസം തുടങ്ങണമെങ്കിൽ ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിച്ചാലേ ഒരു ഉണർവ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ചായ ഇസ് എ മസ്റ്റ് ഫോർ മീ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല. ആൻഡ് എൻ്റെ സ്കിൻ കെയറിലേക്ക് കടന്നു. അപ്പോൾ സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഒക്കെ കാണിച്ചിട്ടുണ്ട്. സോ പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറം പ്ലസ് മോയ്സ്ചറൈസറാണ് ബയോമയുടെ. ആൻഡ് ഇതെനിക്ക് ചോട്ട് തന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ കിട്ടുമോ, ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നറിയില്ല. പക്ഷേ ഇറ്റ്സ് എ വെരി നൈസ് മോയ്സ്ചറൈസർ. ആഫ്റ്റർ ദാറ്റ് സൺസ്ക്രീനും കൂടി ഇട്ടിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഞാൻ ചായ കുടിക്കാൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല മഴ വരാൻ പോകുന്നുണ്ടെന്ന്. ആഫ്റ്റർ ദാറ്റ് എൻ്റെ വീട്ടിലെ പണികളൊക്കെ പോലെ എൻ്റെ തുണി കഴുകൽ എന്തൊക്കെ പണികളിലേക്ക് ഞാൻ ബിസിയായി. അപ്പോഴത്തേക്കും എൻ്റെ മെയ്ഡ് വന്നു. സോ മെയ്ഡിൻ്റെ പുറകെ നിന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ച് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ വന്നാലും എനിക്ക് എൻ്റെ കൈയെത്തിയില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. അതുകൊണ്ട് മെയ്ഡ് പോയി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കുറേ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആലോചിച്ചത്, ജഗ്ഗി തൊട്ടപ്പോഴാണ് ആലോചിച്ചത് വെള്ളം കുടിച്ചില്ല എന്ന്. അപ്പോൾ ഉടനെ വെള്ളം കുടിച്ചു. ആഫ്റ്റർ ദാറ്റ് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ സെറ്റിയിൽ വന്നിരിക്കുകയാണ്. സോ ന്യൂസ് കാണുകയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ന്യൂസ് കാണണമല്ലോ. അപ്പോൾ എൻ്റെ റൈസ് ബൗളും പിടിച്ച് ന്യൂസ് കാണുകയാണ്. റൈസ് ഇസ് എ മസ്റ്റ് ഫോർ മീ. എനിക്ക് ചോറ് കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോറ് എപ്പോഴും കഴിക്കുന്ന ഒരു ആളാണ്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡേ ഞാൻ ചോറ് ഉണ്ണും, അത് നിർബന്ധമാണ്. അങ്ങനെ ചോറും എല്ലാം കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഓൾ സെറ്റായി ഞാൻ പോകാൻ പോവാണ് ഗൈസ്. സോ ഇത് ഞാൻ 2-3 ദിവസമായിട്ട് ഇതേ ഡ്രസ്സാണ് ഇടുന്നത്. അമ്മ വന്നപ്പോൾ എന്നെ ചീത്ത വിളിച്ചു. പക്ഷേ ഇവിടെ പോകുന്നതിന് ഈ ഡ്രസ്സ് മതി എന്നുള്ളത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടത്. അപ്പോൾ ഞാൻ ഊബറിനാണ് പോകുന്നത്. വണ്ടി വീട്ടിലായിരുന്നു. സോ ഞാൻ ഊബറിലാണ് പോകുന്നത്. ഊബർ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അവിടെ ഒരു പേപ്പർ. സോ ന്യൂസ് പേപ്പറൊക്കെ കണ്ടിട്ട് കാലങ്ങളായി ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നോക്കാനായിട്ട് ഒന്ന് മറിച്ച് തിരിച്ച് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഊബർ വന്നു. അങ്ങനെ ഊബറിൽ കയറി നല്ല ഗമയിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെയോ വലിയ സ്ഥലത്തേക്ക് പോവുകയാണെന്നുള്ളത്. പക്ഷേ സത്യത്തിൽ ഇതാണ് സ്ഥലം ഗൈസ്, ലിസി ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ സെക്കൻഡ് സെഷൻ ഓഫ് ഫിസിയോതെറാപ്പിക്ക് പോവുകയാണ്. സോ എനിക്കൊരു സയാറ്റിക് നെർവിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ന്യൂറോനെ കാണിച്ചപ്പോൾ ഇവിടുത്തെ ബെസ്റ്റ് ന്യൂറോ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ന്യൂറോനെ കാണിച്ചപ്പോഴാണ് ഫിസിയോതെറാപ്പിക്ക് എനിക്ക് റെഫർ ചെയ്തത്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഈ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പണി കിട്ടി. അപ്പോൾ അത് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആയപ്പോഴത്തേക്കും പോയി ഫിസിയോനെ കണ്ടു. ഇപ്പോൾ കുറവുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയി വണ്ടിയെടുത്ത് എൻ്റെ ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു അപ്കമിങ് കല്യാണമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് വേണ്ടി ഓടി നടക്കുകയാണ്. ബിക്കോസ് എല്ലാം ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ ചെയ്യണം. കാരണം മൺഡേ മുതൽ തേഞ്ഞ് വരും. പിന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് ഓടി നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാവുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് അതിനോടൊക്കെ വൈബ് ചെയ്ത് ചില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യു ഹാവ് റീച്ച്ഡ് യുവർ ഡെസ്റ്റിനേഷൻ. സോ ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ 1-2 കടയിലൊക്കെ പോയി. അപ്പോൾ 2-3 സ്ഥലത്തൊക്കെ പോയി. പക്ഷേ ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ് ഒന്നും എടുക്കാതെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വന്നു ഗൈസ്. സോ ലുലു വന്നപ്പോൾ നൈക്കേക്ക് എടുക്കാൻ ഷോപ്പ് ചെയ്തല്ലോ പറ്റും. ഇതിലേക്ക് എസ്റ്റിലോറിൻ്റെ 2 മോയ്സ്ചറൈസറിൻ്റെ സാധനം. അപ്പോൾ ഇത് മാമിന് ബേസ് ആയിട്ട് ഇട്ടാൽ മതി. ഇത് അവരുടെ എസ്റ്റിലോറിൻ്റെ അഡ്വാൻസ് ആയിട്ട് പേര് സിറത്തിൻ്റെ സാധനം. ഇത് എനിക്കുണ്ട്. വേറെ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഫ്രീ ഗിഫ്റ്റ് ആയിട്ടുണ്ട്? ഇത് വെക്കട്ടെ. ഇതിന് പോലെ വേറെ വെക്കാം. ബിക്കോസ് അത് എനിക്കുണ്ട്. ഐ ക്രീം വെക്കട്ടെ എങ്കിൽ ഐ ക്രീം വെക്കാം. അങ്ങനെ നൈക്കി കയറി ചെറിയ ഷോപ്പിംഗ് ഒക്കെ, ചെറുതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കുറച്ച് ഷോപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഫ്രീ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കോമ്പാക്റ്റും എൻ്റെ ഐബ്രോ പെൻസിലൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് 2-3 റീസ്റ്റോക്ക് ചെയ്തു. വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പാരഗണിന്ന് ലുലു വന്നാൽ പിന്നെ പാരഗണിന്ന് ഫുഡ് കഴിക്കാണ്ട് പോകാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പാരഗണിന്ന് ഫുഡ് കഴിച്ചു. സോ ഞങ്ങൾക്കൊരു മൂവി ഉണ്ട്. 10:25 മൂവി. ഞങ്ങൾ 10 മണിക്കാട്ടോ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ഓർഡർ ചെയ്തു. സോ ഇവിടുത്തെ അപ്പം ആൻഡ് മാംഗോ ഫിഷ് കറി അടിപൊളിയാണ്. അപ്പോൾ യൂഷ്വലി ഞങ്ങളത് പറയാറ്. അപ്പോൾ അതും കൂട്ടി പെട്ടെന്ന് കഴിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്ക്രീനിൽ കയറി. പക്ഷേ ലുലു ഈസ് ഓൾവേസ് വെരി ക്രൗഡഡ്. നരിവേട്ടയ്ക്ക് ടിക്കറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ലുലുവിലെടുത്ത്, അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ഫോറം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാറ്. സോ ലുലു ഈ നരിവേട്ടയുടെ പോയപ്പോഴാണ്
സിത്താരെ സമീൻ പറിൻ്റെ പ്രീമിയറൊക്കെ കണ്ടത്. അതെന്തായാലും കാണണമെന്ന് ഉറപ്പിച്ചിട്ട് നരിവേട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി കണ്ടു കഴിഞ്ഞിട്ട് പറയാം. യെസ് ഗൈസ്, അപ്പം നമ്മൾ നരിവേട്ട മൂവി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നേക്കാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നതാണ്, ഫ്ലാറ്റിലേക്ക് പോയില്ല, കാരണം 1:30 കഴിഞ്ഞു. അപ്പം അമ്മ ലൈക്ക് ഇനി വീട്ടിൽ കിടന്നാൽ മതി. സോ ഞാൻ അമ്മയുടെ കൂടെ വീട്ടിൽ വന്നു. ആൻഡ് മൂവീനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ഗുഡ് മൂവി. ഭയങ്കര അടിപൊളിയെന്ന് പറയാം. പക്ഷെ ടോവിനോയുടെ ആക്ടിങ് ഇസ് സൂപ്പർബ്. Meaning he has transformed himself into a fine actor now. ഇപ്പോൾ anybody can call him as a performer, actor. അടിപൊളി അഭിനയമായിരുന്നു ടോവിനോയുടെ അഭിനയം, അടിപൊളി. മോറോവർ ദാറ്റ് എൻ്റെ ഡാഡി 30s ഡാഡിയുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ പറയുമായിരുന്നു ടോവിനോടെ പോലെ ഇടുന്നിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് അറിയില്ല, പിന്നെ ഞങ്ങളത് അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഈ മൂവിയിൽ ടോവിനോ ആ യൂണിഫോം ഇട്ട് വന്നപ്പോൾ കറക്റ്റ് എൻ്റെ ഡാഡിയുടെ പോലെ ഞാനും അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ സീൻസിലും ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഡാഡിയുടെ പോലെ തന്നെയായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു ഫാക്ടറിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഐ ലവ് ഹിം മോർ ബിക്കോസ് എവിടെയൊക്കെ ഡാഡിയുടെ ചായ എനിക്ക് തോന്നി. ഈ പ്രാവശ്യം ആ പോലീസ് യൂണിഫോമിൽ കണ്ടപ്പോൾ ശരിയായിരിക്കാം, അപ്പോൾ ഇവർ പറയണതിലൊക്കെ സത്യം ഉണ്ടാവും. സോ യെസ് ഗൈസ്, സോ അതൊക്കെയാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാം. ഉറങ്ങുന്ന ടൈം ആയപ്പോൾ ചെറുതായിട്ട് തേനുവിനെ മിസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് രാവിലെ മൊത്തം ബിസി ആയിരുന്നു, അതുകൊണ്ട് അവളെ മിസ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഈവൻ ദോ രാവിലെയൊക്കെ വിളിച്ച് സംസാരിച്ചെങ്കിലും. പക്ഷേ ഉറങ്ങാറായപ്പോൾ അവൾ അടുത്തില്ലാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ അമ്മയുടെ കൂടെ കിടക്കട്ടെ. സോ വീണ്ടും ഒരു നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. സോ അതുവരേക്കും ബൈ ബൈ.